നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ കേറ്ററിംഗിൽ മലയാളി നഴ്സായ യുവതിയെയും മക്കളെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിന് കോടതി 40 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. കേസിൽ നോർത്താംപ്ടൺ ക്രൗൺ കോടതിയാണ് പ്രതി ഷാജുവിന് ശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് സമാനമായ രീതിയിലുള്ള തടവ് ശിക്ഷയാണ് ഇത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിൽ മലയാളിയായ ഒരാൾ UK-യിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇതാദ്യമാണ്. 2-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന കേസിൽ പരമാവധി ശിക്ഷ തന്നെ നൽകുന്ന രീതി പിന്തുടർന്നാണ് ഈ കേസിലും കോടതി ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ശിക്ഷയ്ക്ക് ശേഷം പ്രതി സാമൂഹ്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കില്ല എന്ന് കണ്ടെത്തിയാൽ മാത്രമേ 92-ാം വയസ്സിൽ ഇനി ഷാജുവിന് പുറത്തിറങ്ങാനാവൂ. കണ്ണൂർ ശ്രീകണ്ഠാപുരം പടിയൂർ സ്വദേശിയായ ചേലവേലിൽ ഷാജു ഭാര്യ അഞ്ജുവിനെയും മക്കളായ ജീവ, ജാൻവി എന്നിവരെയും കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് തന്നെ അറസ്റ്റിലായ ഷാജുവിനെ വിചാരണ തീരും വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നേരത്തെ നോർത്താംപ്ടൺഷെയർ ക്രൗൺ കോടതി ഉത്തരവിട്ടിരുന്നു. ഷാജുവിന്റെ പേരിൽ നേരത്തെ മറ്റൊരു കേസും ഇല്ലാത്ത സാഹചര്യത്തിൽ കൊലപാതകമാണെങ്കിലും ജാമ്യം കിട്ടിയേക്കുമോ എന്ന ആശങ്ക പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ കേസിന്റെ ഗൗരവം പരിഗണിച്ച കോടതി വിചാരണ തീരും വരെ ജാമ്യം അനുവദിച്ചിരുന്നില്ല. കൊല്ലപ്പെട്ട 2 പേർ കുട്ടികളായത് ശിക്ഷയുടെ കാഠിന്യം ഇരട്ടിപ്പിക്കാൻ ഇടയാക്കി. 42 വയസ്സുള്ളപ്പോൾ വിവാഹിതനായ പ്രതിക്ക് തന്നേക്കാൾ 15 വയസ്സോളം പ്രായവ്യത്യാസമുള്ള ഭാര്യയെ സംശയം ഉണ്ടായതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തി. ഭാര്യയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന് സമർത്ഥിക്കാനാണ് വിചാരണ വേളയിൽ പ്രതി ശ്രമിച്ചത്. പ്രതിക്ക് വേണ്ടി സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായിരുന്നു. വൃദ്ധയായ മാതാവ് നാട്ടിലെ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും വീട്ടിലെ ചുമതലകൾ വഹിക്കുന്ന ഏക മകൻ എന്ന നിലയിൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും മാത്രമാണ് സർക്കാർ അഭിഭാഷകൻ എതിർവാദം ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബർ 9-നായിരുന്നു യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിലും കുട്ടികളെ അതീവ ഗുരുതരാവസ്ഥയിലും ഫ്ളാറ്റിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. അഞ്ജുവിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള 7 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. കുട്ടികളെ പോലീസ് എയർ ആംബുലൻസ് സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആദ്യം ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന പ്രതികരണമാണ് ലഭിച്ചിരുന്നതെങ്കിലും വൈകാതെ ആ കുട്ടിയും മരിച്ചെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം 4 മണിക്കൂറോളം സാജു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അഞ്ജുവിന്റെ ബാങ്ക് കാർഡ് പോലും കൈവശപ്പെടുത്തിയിരുന്നത് സാജുവാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് പണം നൽകണമെങ്കിൽ പോലും സാജു കനിയണം. മർദ്ദനവും ശകാരവും ഒക്കെ സ്ഥിരം സംഭവമായിരുന്നെന്നും ആത്മഹത്യ ചെയ്യില്ലെന്നും എല്ലാം സഹിക്കുകയാണെന്നും അഞ്ജു പറഞ്ഞിരുന്നതായി അമ്മ പ്രതികരിച്ചിരുന്നു. 10 വർഷം മുൻപ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന കാലത്ത് പ്രണയിച്ചാണ് അഞ്ജുവും കണ്ണൂർ സ്വദേശിയായ സാജുവും വിവാഹം കഴിച്ചത്. പിന്നീട് ഇരുവരും സൗദി അറേബ്യയിലേക്ക് പോയി. അവിടുത്തെ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് 1 വർഷം മുൻപ് ബ്രിട്ടനിലേക്ക് പോയത്. നാട്ടിലുണ്ടായിരുന്ന കുട്ടികളെ കൊലപാതകത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബ്രിട്ടനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.